മാർച്ച് 19 സ്വർഗാനുഗ്രഹീത ദൈവമാതാവ്. മോസ്കോയിലെ ക്രെംലിനിലെ പ്രധാന ദൂതൻ കത്തീഡ്രലിൻ്റെ ഐക്കണോസ്റ്റോസിസിൽ രാജകീയ കവാടങ്ങളുടെ ഇടതുവശത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗം എന്ന ദൈവമാതാവിൻ്റെ ഐക്കൺ സ്ഥിതി ചെയ്യുന്നു. നിത്യശിശുവിനെ കൈകളിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്ന പരിശുദ്ധ തിയോട്ടോക്കോസിൻ്റെ പൂർണ്ണ ഉയരം ചിത്രീകരിച്ചിരിക്കുന്നു. ചുറ്റും ഒരു കടും ചുവപ്പ് മാൻഡോളിയുമുണ്ട്. അതിൽ നിന്ന് തിളങ്ങുന്ന കിരണങ്ങൾ പുറപ്പെടുന്നു. ദൈവമാതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ അരികിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആദ്യ മണിക്കൂറിലെ തിയോട്ടോക്കോയോണിൽ നിന്നുള്ള ഈ ഐക്കൺ നമ്മൾ നിന്നെ എന്ത് വിളിക്കും എന്നറിയപ്പെടുന്നു. അതിവിശുദ്ധ തിയോട്ടോക്കോസിൻ്റെ പാദങ്ങൾക്ക് കീഴിൽ ഒരു ചന്ദ്രകലയുള്ള പ്രതിരൂപം വെളിപാട് പുസ്തകത്തിലെ വിശുദ്ധ യോഹന്നാൻ്റെ വാക്കുകളെ ചിത്രീകരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ അടയാളം പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ ഉടയാടയായി അണിഞ്ഞ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്ക് കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. എല്ലാ ജനതകളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാൻ പോകുന്നവൻ. അവളുടെ കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. ഈ ഐക്കൺ മുൻപ് സ്മോലൻസ്കിലായിരുന്നുവെങ്കിലും ലിത്വാനിയൻ രാജകുമാരനായ വിറ്റോവിറ്റ്സിൻ്റെ മകളായ സോഫിയ മോസ്കോയിലെ രാജകുമാരൻ ബേസിലിനെ വിവാഹം കഴിച്ചപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ മോസ്കോയിലേക്ക് കൊണ്ടുവന്നതാണെന്നും പറയപ്പെടുന്നു. ഈ രൂപത്തിൽ ദൈവമാതാവ് വലത്ത് കൈയിൽ രാജകീയ ദണ്ഡ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കാണപ്പെടുന്നത്. ഇടതു കൈയിൽ ദൈവപുത്രനും 2 പേരും കിരീടവും ധരിച്ചിട്ടുണ്ട്. ദൈവമാതാവിൻ്റെ ഈ രൂപത്തെ ചിലർ അങ്ങയെ ഞങ്ങൾ എന്ത് വിളിക്കും എന്ന് പറയാറുണ്ട്. ആവേ മരിയ.